മുരുക പൂജ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പാദത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ മുരുകനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിരുന്നു? അത് ആ ബാലനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ദീർഘായുസ്സുള്ളത്. ആ ബാലനെ കണ്ടത്. സാക്ഷാൽ മുരുകനുമായിട്ടായിരുന്നു ശ്രീനാരായണ ഗുരു അതെ, സംസാരിച്ചുകൊണ്ടിരുന്നത്. അതെ. ആ പ്രതിഷ്ഠകളിൽ ഗുരു ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠിച്ചത് ശിവപ്രതിഷ്ഠ തന്നെയായിരുന്നു. ശിവപ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അതോടൊപ്പം പക്ഷെ ഒരു സത്യത്തെ തന്നെ നമുക്ക് പല രൂപത്തിൽ ആരാധിക്കാൻ കഴിയും. ഗുരുവിൻ്റെ കൃതികൾ നോക്കുമ്പോൾ ഗുരു ഏറ്റവും കൂടുതൽ പ്രകീർത്തിച്ച് പാടിയിരിക്കുന്നത് ശിവഭഗവാനെയാണ്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് സുബ്രഹ്മണ്യ ഭഗവാനെയാണ്. ശിവഗിരിയിൽ തന്നെ ശാരദാ പ്രതിഷ്ഠയാണ് ഗുരു നിർവഹിച്ചത്. അപ്പോൾ അവിടെയെല്ലാം ഈ ശൈവ പാരമ്പര്യത്തോടും ശിവകുടുംബത്തോടും ഗുരുവിനൊരു അബാക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് അദ്വൈത ആശ്രമത്തിലാണ്, ആലുവയിൽ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്വാമി ധർമ്മചൈതന്യാണ്. സ്വാമി നമസ്തേ. നമസ്കാരം. സ്വാമി, നമ്മൾ ആലുവ എന്ന് പറയുന്നത് ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ സാമൂഹ്യ മാധ്യമങ്ങൾ ഇങ്ങനെ കണ്ട വഴിക്ക് നമ്മുടെ മഹാമണ്ഡലേശ്വർ കുംഭമേളയുമായി സംബന്ധിച്ച ഒരു വിഷയം പറയുകയുണ്ടായി. അതിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടുത്തി കുംഭമേളയിൽ ഒരു മുരുകന് വേണ്ടിയിട്ട് ഒരു ഷഷ്ടി പൂജ ചെയ്തിരുന്നു എന്ന് പറയുന്നൊരു പ്രസ്താവന കണ്ടു. അപ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അല്ലെങ്കിൽ മതങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യൻ ചിന്തിക്കണം എന്ന് പറയുന്ന ഒരാളായിട്ടാണ് ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും. അറിയും തോറും വീണ്ടും അറിയുവാൻ ഒരുപാടുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും അറിയാം ശ്രീനാരായണ ഗുരുവിനെ പറ്റി. അപ്പോൾ എങ്ങനെയാണ് മുരുകൻ അല്ലെങ്കിൽ മുരുക പൂജ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പാദത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ മുരുകനും ശ്രീനാരായണ ഗുരുവും തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ? നമസ്തേ. ശ്രീനാരായണ ഗുരുദേവനും മുരുകനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ, ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ യൗവന ദിശയിൽ ലൗകികമായ ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ച് വീട് വിട്ട് ഇറങ്ങിത്തിരിക്കുകയുണ്ടായി. അങ്ങനെ ഇറങ്ങിത്തിരിച്ച ഗുരു പിന്നീട് ഗുരുവിൻ്റെ വലിയൊരു സുഹൃത്തായി തീർന്ന ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടുന്നു. ചട്ടമ്പിസ്വാമികളുടെ പ്രേരണയ്ക്ക് വിധേയനായിട്ട് ഗുരു എത്തിച്ചേരുന്നത് തൈക്കാട്ടയ്യാവ് എന്ന യോഗ ഗുരുവിൻ്റെ അടുക്കലേക്കാണ്. തൈക്കാട്ടയ്യാവ് എന്നൊരു സുബ്രഹ്മണ്യ ഉപാസകനായിരുന്നു. തൈക്കാട്ടയ്യാവ് ശ്രീനാരായണ ഗുരുദേവന് സുബ്രഹ്മണ്യ ഭഗവാന്റെ മൂലമന്ത്രം ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ ദീർഘകാലം ശ്രീനാരായണ ഗുരുദേവൻ അവിടെ ഒരു യോഗവിദ്യ അഭ്യസിച്ചുകൊണ്ട് നിന്നിട്ടില്ല. തൈക്കാട്ടയ്യാവ് യോഗ ഗുരുവായിരുന്നു. എന്നാൽ ഗുരുവിൻ്റെ മാർഗം മറ്റൊന്നാണെന്ന് തൈക്കാട്ടയ്യാവ് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയും ശ്രീനാരായണ ഗുരുദേവൻ തപസ് അനുഷ്ഠിക്കുന്നതിനായിട്ട് കന്യാകുമാരിക്ക് സമീപമുള്ള മരുത്വാമലയിലേക്ക് പോകുകയും ചെയ്തു. ഏതാണ്ട് 4 വർഷത്തോളം ഗുരു മരുത്വാമലയിലെ ഏകാന്തതയിലിരുന്നാണ് തപസ് അനുഷ്ഠിച്ചത്. ഗുരുവിനോടൊപ്പം ചട്ടമ്പിസ്വാമിയും മരുത്വാമലയിലേക്ക് പുറപ്പെടുന്നുണ്ടെങ്കിലും ഗുരുദേവൻ്റെ ഏകാഗ്രവും തീവ്രവുമായ തപസ്സിന് തൻ്റെ സാന്നിധ്യം ഒരു തടസ്സമാണെന്ന് തോന്നിയതുകൊണ്ടാകാം ചട്ടമ്പിസ്വാമി അവിടെ നിന്ന് തിരികെ പോരുകയാണ് ചെയ്തത്. മരുത്വാമലയിലെ തപസ്സിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ പ്രപഞ്ച സത്യത്തെ സ്വാനുഭവമാക്കി തീർത്തു ആത്മസാക്ഷാത്കാരത്തിൻ്റെ നിലയിലേക്ക് ഉയർന്നു. മരുത്വാമലയിൽ നിന്ന് ഗുരു പിന്നീട് വന്നു ചേർന്നത് അരുവിപ്പുറത്താണ്. നെയ്യാറ്റിൻകരയ്ക്ക് സമീപമുള്ള അരുവിപ്പുറത്ത് കൂടി വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നെയ്യാർ നദി. ആ നെയ്യാർ നദിയുടെ തീരത്ത് തന്നെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിലും ആ നദിയുടെ സമീപത്തായി കൊടിതൂക്കിമല എന്ന പേരിലൊരു ചെറിയ കുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിലുമായിട്ടാണ് ഗുരു തൻ്റെ ഏകാന്തവാസം തുടർന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ സാന്നിധ്യമറിഞ്ഞ നാട്ടുകാരവിടെ എത്തിച്ചേരുകയും ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ വരുന്നു. അവരുടെ ഒരു പ്രേരണയ്ക്കും അവരുടെ അപേക്ഷയും ഒക്കെ മാനിച്ചുകൊണ്ടാണ് ഗുരു അവിടെ ആദ്യമായിട്ട് ശിവലിംഗ പ്രതിഷ്ഠ നിർവഹിക്കുന്നത്. ആ സമയത്ത് ശ്രീനാരായണ ഗുരുദേവനെ പരിചരിക്കുവാനായിട്ട് അവിടെ ആദ്യം തന്നെ എത്തിച്ചേർന്നത്
കൊച്ചപ്പിള്ള എന്നു പേരായിട്ടുള്ള പിന്നീട് ഗുരുദേവൻ്റെ പ്രഥമ സന്യാസ ശിഷ്യനായി തീർന്ന ശിവലിംഗദാസ സ്വാമികളാണ്. തുടർന്ന് അവിടെ ഗുരുവിനെ പരിചരിക്കുവാനായി ഗുരുവിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് ശാന്തി സ്വാമികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൈരവൻ ശാന്തി സ്വാമികളാണ്. ഭൈരവൻ ശാന്തി സ്വാമികളായിരുന്നു അരുവിപ്പുറത്തെ ആദ്യത്തെ പൂജാകർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന അവിടുത്തെ ശാന്തിക്കാരൻ. അപ്പോൾ ശാന്തിക്കാരനായതുകൊണ്ടാണ് എല്ലാവരും ശാന്തി സ്വാമികളെന്ന സ്വാമിയെ വിളിച്ചിരുന്നത്. അപ്പോൾ ഭൈരവൻ ശാന്തി സ്വാമികളുടെ ജീവിതത്തിലെ ഒരു അനുഭവത്തെക്കുറിച്ച് ജീവചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ഗുരുദേവൻ ഒരിക്കൽ കൊടിതൂക്കി മലയുടെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് ഈ ശാന്തി സ്വാമികളാണ് ഗുരുവിൻ്റെ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഗുരുവിന് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ മലയുടെ മുകളിലേക്ക് ഗുരുവിൻ്റെ ഭക്ഷണവുമായി കയറി ചെല്ലുമ്പോൾ അവിടെ അതീവ തേജസ്വിയായ ഒരു ബാലനുമായി ശ്രീനാരായണ ഗുരുദേവൻ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതായി ഭൈരവൻ ശാന്തികൾ കാണുന്നു. അവരുടെ ആ സംഭാഷണത്തിന് തടസ്സം വരുത്തേണ്ടെന്ന് കരുതി സ്വാമികൾ താഴേക്ക് ഇറങ്ങിപ്പോന്നു. അല്പം കഴിഞ്ഞ് വീണ്ടും കയറി ചെന്നപ്പോൾ ഗുരു ഒറ്റയ്ക്കിരിക്കുന്നു. അപ്പോൾ ഗുരുവിൻ്റെ അടുക്കൽ ശാന്തി സ്വാമികൾ ചോദിച്ചു, ആരോടാണ് അവിടെ നിന്ന് സംഭാഷണം നടത്തിക്കൊണ്ടിരുന്നത്? ആ അപ്പോൾ ഗുരു അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല. ഗുരു തിരിച്ചു ചോദിച്ചത് കണ്ടുവോ എന്ന് ചോദിച്ചു. അപ്പോൾ ശാന്തി സ്വാമികൾ പറഞ്ഞു കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞത് എങ്കിൽ ദീർഘായുസ്സുണ്ടല്ലോ എന്നാണ്. ആ ബാലനെ കണ്ടു കഴിഞ്ഞാൽ ആ ബാലനെ കണ്ടത്. അപ്പോൾ ആ ബാലൻ ബാലസുബ്രഹ്മണ്യനായിരുന്നു എന്നാണ് ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാക്ഷാൽ മുരുകനുമായിട്ടായിരുന്നു ശ്രീനാരായണ ഗുരു സംസാരിച്ചു കൊണ്ടിരുന്നത്. അതെ, മുരുകനുമായിട്ടാണ് സംഭാഷണം നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് ജീവചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ സുബ്രഹ്മണ്യ ഭഗവാനെ നേരിൽ കണ്ടതുകൊണ്ട് ഭൈരവൻ ശാന്തി സ്വാമികൾ 114 വയസ്സ് വരെ ജീവിച്ചിരുന്നതായിട്ടും അതൊരു ചരിത്രമാണ്. കാരണം സ്വാമികളുടെ സമാധിപീഠം അരുവിപ്പുറത്ത് നെയ്യാർ നദിയുടെ തീരത്തായിട്ട് ഒരു ശിവലിംഗ രൂപത്തിലുള്ള സമാധിപീഠം നിർമ്മിച്ച് അവിടെ സ്വാമിയെ സമാധിയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഒരു സുബ്രഹ്മണ്യ ഭഗവാനുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറം പ്രതിഷ്ഠയെ തുടർന്ന് ഈ കേരളത്തിലുടനീളം, കേരളത്തിന് വെളിയിൽ തമിഴ്നാട്ടിൽ കോട്ടാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗണപതി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതുപോലെ മംഗലാപുരത്ത് ഗോകർണനാഥ ക്ഷേത്രം ഗുരു സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രതിഷ്ഠകൾ ഗുരു നിർവഹിച്ചു. ഗുരുദേവൻ കൂടുതലും പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ശിവപ്രതിഷ്ഠകൾ. അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആ പ്രതിഷ്ഠകളിൽ ഗുരു ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠിച്ചത് ശിവപ്രതിഷ്ഠ തന്നെയായിരുന്നു. ശിവപ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അതോടൊപ്പം ശിവകുടുംബാംഗങ്ങളെയും ഗുരു പ്രതിഷ്ഠിച്ചിരുന്നു. ഗുരുവിൻ്റെ കൃതികൾ നോക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്രകാരമാണ്. ഏറ്റവും കൂടുതൽ ഗുരു പ്രതിഷ്ഠിച്ചത് ശിവനെയാണ്. അതിനുശേഷം അതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സുബ്രഹ്മണ്യ പ്രതിഷ്ഠകളാണ്. ഇപ്പോൾ കോട്ടയത്തൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ കോട്ടയത്ത് പ്രധാനമായിട്ട് ഇപ്പോൾ കുമരകത്തും അതുപോലെ എടപ്പാടിയിലും മങ്കുഴിയിലും ഒക്കെ ഗുരു പ്രതിഷ്ഠിച്ചത് സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ്. അതുപോലെ മറ്റ് പല പ്രദേശങ്ങളിലും ശ്രീനാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യ ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ കൃതികൾ നോക്കുമ്പോൾ ഗുരു ഏറ്റവും കൂടുതൽ പ്രകീർത്തിച്ച് പാടിയിരിക്കുന്നത് ശിവഭഗവാനെയാണ്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് സുബ്രഹ്മണ്യ ഭഗവാനെയാണ്. അവിടെ അപ്പോൾ ഗുരുവിന് അങ്ങനെ സുബ്രഹ്മണ്യ ഭഗവാനുമായിട്ടും ശിവനുമായിട്ടും ഒക്കെ ഒരു ബന്ധം, അതായത് ശിവ സങ്കല്പത്തിലുള്ള ശിവകുടുംബാംഗങ്ങൾ എന്ന നിലയിൽ പറയാൻ കഴിയുന്ന ശിവഭഗവാൻ, സുബ്രഹ്മണ്യൻ, അതുപോലെ ഗണപതിയെ സ്തുതിച്ചുകൊണ്ടും ഗുരു കൃതി രചിച്ചിട്ടുണ്ട്, വിനായകാഷ്ടകം എന്ന പേരിൽ. പിന്നെ ദേവീ സങ്കല്പത്തിൽ വരുമ്പോൾ അതും ശിവകുടുംബാംഗമായിട്ടാണ് ഗുരു കാണുന്നത്. ആ സങ്കല്പത്തിലും ഗുരു പ്രതിഷ്ഠകൾ നിർവഹിച്ചു. ഇപ്പോൾ ശിവഗിരിയിൽ തന്നെ ശാരദാ പ്രതിഷ്ഠയാണ് ഗുരു നിർവഹിച്ചത്. അപ്പോൾ അവിടെയെല്ലാം ഈ ശൈവ പാരമ്പര്യത്തോടും ശിവകുടുംബത്തോടും ഗുരുവിനൊരു ആഭിമുഖ്യം ഗുരുവിൻ്റെ കർമ്മങ്ങളിലും ഗുരുവിൻ്റെ പ്രതിഷ്ഠകളിലും ഗുരുവിൻ്റെ കൃതികളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അതല്ല എന്ന് എനിക്കറിയാം.
ചോദിച്ച ചോദ്യം ശ്രീനാരായണ ഗുരുദേവൻ ഇതിലൊക്കെ അപ്പുറമായിരുന്നില്ലേ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ശ്രീനാരായണ ഗുരുദേവൻ ഇപ്പോൾ ഈ ഒരു ദൈവം എന്ന് പറയുകയും ഇപ്രകാരം പല ദേവതകളെ പ്രകീർത്തിച്ചുകൊണ്ട് കീർത്തനങ്ങൾ രചിക്കുകയും പല ദേവതകളെ പ്രതിഷ്ഠിക്കുകയും ചെയ്തത് എന്ത് എന്നുള്ള ഒരു സംശയം അവിടെ ഉയർന്നു വരുന്നുണ്ട്. വാസ്തവത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ദൈവത്തെക്കുറിച്ച് മാത്രമേ എവിടെയും പറഞ്ഞിട്ടുള്ളൂ. ഗുരുവിൻ്റെ കൃതികളിലായാലും ഗുരുവിൻ്റെ സന്ദേശങ്ങളിലായാലും ഗുരുവിൻ്റെ കർമ്മങ്ങളിലായാലും ആത്യന്തികമായി ഈ കാണപ്പെടുന്ന പ്രപഞ്ച സംവിധാനത്തെ ആകെ തന്നെ സൃഷ്ടിച്ച് നിലനിർത്തി അതിനെ പരിപാലിച്ച് പോകുന്ന ശക്തിവിശേഷം പലതില്ല, ഒന്നേ ഉള്ളൂ. ഒരേ സത്യം മാത്രമേ ഉള്ളൂ. സത്യം ഒന്നാണ്, സത്യം പലതുണ്ടാകില്ല. പക്ഷെ ഒരു സത്യത്തെ തന്നെ നമുക്ക് പല രൂപത്തിൽ ആരാധിക്കാൻ കഴിയും. അത്തരമൊരു ആരാധനാ സമ്പ്രദായമാണ് ഈ ഹൈന്ദവ പാരമ്പര്യം ഇവിടെ നിലനിർത്തി പോകുന്നത്. അതിലൊരു വളരെ മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു സമീപനം കൂടിയുണ്ട്. അതെങ്ങനെയാണ്? ആ മനഃശാസ്ത്രപരമായ സമീപനം എന്ന് പറയുന്നത്, മനുഷ്യർ പല പ്രകൃതത്തിലുള്ളവരാണ്. എല്ലാ മനുഷ്യരും ഒരേ സ്വഭാവത്തോടു കൂടിയതല്ല. അപ്പോൾ നമ്മൾ പല ദേവതാ സങ്കല്പങ്ങൾ ഇവിടെ സൃഷ്ടിക്കുമ്പോൾ ഓരോ ദേവതയ്ക്കും ആ ദേവതയുടേതായ പല സവിശേഷ ഭാവങ്ങളും മറ്റും കാണും. ഇപ്പോൾ ലക്ഷ്മി ദേവി എന്തിൻ്റെ പ്രതീകമാണെന്ന് ചോദിച്ചാൽ സമ്പത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ സമ്പത്ത് ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പം ആരാധിക്കാൻ കഴിയുന്ന ദേവത ലക്ഷ്മി ദേവിയാണ്. വിദ്യ ആഗ്രഹിക്കുന്നവർക്ക് സരസ്വതീ ദേവിയാണ് വിദ്യയുടെ ദേവതയായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് അറിവിൻ്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ആരാധന നടത്തുന്നതിനാണ് സരസ്വതി സങ്കല്പം നമ്മുടെ ആചാര്യന്മാരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സമ്പത്തിൻ്റെ ദേവതയായും അറിവിൻ്റെ ദേവതയായും അതുപോലെ പണ്ടൊക്കെ പ്രകൃതി ശക്തികളെയൊക്കെയാണ് ആരാധിച്ചിരുന്നത്. കാറ്റിനെയും അഗ്നിയെയും ഒക്കെയാണല്ലോ പണ്ട് ആരാധിച്ചിരുന്നത്. മഴ, ഇങ്ങനെയുള്ള പ്രകൃതി ശക്തികളെയാണ് ആരാധിച്ചിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ തന്നെ മനുഷ്യൻ്റെ പ്രകൃതത്തിനനുസരിച്ച്, ഇപ്പം എൻ്റെ അഭിരുചി ആയിരിക്കില്ല താങ്കളുടെ അഭിരുചി, വ്യത്യസ്തമാവും. അപ്പം എൻ്റെ അഭിരുചിക്ക് ഞാൻ എൻ്റെ ഉള്ളിൽ എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ദൈവസങ്കല്പം, അതിന് എനിക്ക് എൻ്റെ അഭിരുചിയുമായിട്ട് അത് ഇണങ്ങി നിൽക്കുന്നുണ്ടാകും. പക്ഷെ അങ്ങയുടെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അങ്ങയുടെ ചിന്താധാരകൾ, വൈകാരിക ഭാവങ്ങൾ, അതിനിണങ്ങുന്ന ഒരു ദേവതാസങ്കല്പം. ഇപ്പോൾ ശ്രീകൃഷ്ണനെക്കുറിച്ച് അങ്ങനെ ഒരു സങ്കല്പം വരുമ്പോൾ കൃഷ്ണൻ്റെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രേമസ്വരൂപനായിട്ടാണ് കൃഷ്ണനെ കാണുന്നത്. എന്നാൽ ശിവഭഗവാനെ ആ രൂപത്തിലല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ വ്യത്യസ്ത ഭാവങ്ങളുള്ള, വ്യത്യസ്ത സ്വഭാവ വിശേഷങ്ങളുള്ള ഭക്തജനങ്ങൾക്ക് അവർക്ക് അവരുടെ ആരാധനയ്ക്ക് പര്യാപ്തമാം വിധം അവരുടെ മനസ്സിനിണങ്ങുന്ന ദേവതകളെ പൂജിക്കുന്നതിലൂടെ, ആരാധിക്കുന്നതിലൂടെ എത്തിച്ചേരുന്നത് ഒരേ സത്യത്തിലേക്കായിരിക്കും. കാരണം സത്യം പലതില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സത്യം ഏകമാണ് എങ്കിലും ആ സത്യത്തെ തന്നെ പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ, പല ദേവതാ സങ്കല്പങ്ങളിൽ ആരാധിക്കുവാനായിട്ടുള്ള വലിയൊരു സ്വാതന്ത്ര്യം ഈ ഭാരതീയ ആധ്യാത്മികത വിശ്വാസികൾക്ക് പ്രദാനം ചെയ്യുന്നു. പക്ഷെ അവിടെ ഒരു ചോദ്യം, എന്നാൽ ഒരു കാര്യം കൂടി പറയട്ടെ. എന്നാൽ ആത്യന്തികമായി എത്തി നിൽക്കുമ്പോൾ ഈ സങ്കല്പങ്ങളെല്ലാം തന്നെ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട്, അത് സങ്കല്പ ലോകത്ത് മാത്രം ഉള്ളതാണ് എന്ന്. ആത്യന്തിക സത്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ ദേവതാ സങ്കല്പങ്ങൾക്കൊന്നും തന്നെ നിലനിൽപ്പില്ല. ഇതൊരു ഉപാധി മാത്രമാണ്. നമുക്ക് ആത്യന്തിക സത്യത്തിലേക്ക് എത്തിച്ചേരാൻ, ഉപാധികളൊന്നുമില്ലാതെ എത്തിച്ചേരാൻ ആ ദൈവത്തെ സങ്കല്പിക്കാൻ കഴിയുന്നവർക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമി ഒരു കാര്യം പറയുന്നുണ്ട്. വിവേകാനന്ദ സ്വാമി പറഞ്ഞത് വേദാന്തത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മതം ഇസ്ലാം മതമാണെന്ന് പറയുന്നുണ്ട്. കാരണം ഇസ്ലാം മതത്തിൽ ഇപ്രകാരം ദേവതാ സങ്കല്പങ്ങളോ വിഗ്രഹങ്ങളോ മറ്റ് ദേവതയെ കുറിക്കുന്ന ഉപാധികളോ ഒന്നുമില്ല. അവർ അരൂപിയായിട്ടുള്ള അല്ലാഹു എന്ന പരമസത്യത്തെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ടത് വേദാന്തത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മതമാണ്. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശ്രദ്ധ ഏകാഗ്രമാക്കി തീർക്കുന്നതിന്
അവൻ്റെ അഭിരുചിക്ക്, അവൻ്റെ വൈകാരികവും വൈചാരികവുമായ ഭാവങ്ങൾക്ക് ഇണങ്ങുന്ന രൂപത്തിലുള്ള ഒരു ഉപാധി, ആ ഉപാധിയെയാണ് വിഗ്രഹമെന്ന് പറയുന്നത്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷണ ഗ്രഹിക്കുക എന്നാണ് അർത്ഥം. പരമമായ പൊരുളിനെ നമുക്ക് മനസ്സിൽ സങ്കല്പിക്കുവാനായിട്ട്, രൂപമില്ലാത്ത ഒന്നിനെ നമ്മളെങ്ങനെ മനസ്സിൽ സങ്കല്പിക്കും? അതിന് ഒരു എളുപ്പമാർഗം എന്നുള്ള നിലയിൽ വിശേഷേണ അതിനെ സങ്കല്പിക്കുന്നതിന്, വിശേഷേണ ഗ്രഹിക്കുന്നതിന് ഉള്ള ഒരു ഉപാധിയാണ് വിഗ്രഹമെന്ന് പറയുന്നത്. അപ്പോൾ വിഗ്രഹം എന്നുള്ളതൊരു ചിത്രമാകാം, ഒരു പ്രതിമയാകാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ അതൊരു ഉപാധി മാത്രമാണ്, അത് ലക്ഷ്യമല്ല. ലക്ഷ്യമായിട്ട് നിൽക്കുന്ന പരമമായ പൊരുൾ അത് രൂപരഹിതമാണ്, എന്നാൽ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്നതുമാണ്. നാരായണ ഗുരുദേവൻ അത്തരമൊരു ദൈവ ദർശനത്തിൻ്റെ അനുഭവത്തെ ആത്മോപദേശ ശതകം പോലെയുള്ള കൃതികളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി എന്ന്. അത് വലിയൊരു പ്രകാശത്തിൻ്റെ തിരിച്ചറിവായിട്ടാണ് ഉള്ളിൽ പ്രത്യക്ഷമാകുക. അതിന് പ്രത്യേകിച്ച് രൂപമോ ഭാവമോ ഒന്നുമില്ല. അത് ശിവനുമല്ല വിഷ്ണുവുമല്ല. പക്ഷേ ആ സത്യത്തെ നമുക്ക് ശിവനായും വിഷ്ണുവായും കാണുവാൻ കഴിയും. അത് നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങൾക്കനുസരിച്ചിരിക്കും. അതിനെ ഗുരു അംഗീകരിക്കുന്നുണ്ടെന്നർത്ഥം. അവിടെയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സത്യം എന്ന് പറഞ്ഞൊരു ചോദ്യമില്ലേ? ഇപ്പോൾ ഗുരുദേവൻ പറയുന്നുണ്ട് ഇതൊന്നുമല്ല, എല്ലാം അതിനപ്പുറത്തേക്കുള്ളൊരു സത്യത്തിലേക്കാണ്. എന്താണ് ആ സത്യമെന്ന് ജനങ്ങൾക്ക് പലപ്പോഴും ഒരു സംശയമാണ്. പ്രപഞ്ചത്തിന് കാരണമായി നിൽക്കുന്ന സത്യം ഒന്നാണ്. സത്യത്തിന് നമ്മളൊരു നിർവചനം നൽകുകയാണെങ്കിൽ നമ്മൾ കാലത്തെ 3ആയിട്ട് വിഭജിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ കാലമെന്നും നിലനിൽക്കുന്നതെന്നും വരാനിരിക്കുന്നതെന്നും. അത് ഭൂതകാലം, വർത്തമാനം, ഭാവി. ഈ 3 കാലങ്ങളിലും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും കൂടാതെ ഒരേ നിലയിൽ തന്നെ നിൽക്കുന്നതെന്തോ അതിനെയാണ് സത്യമെന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും നിൽക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ഒന്ന്, അത് മാത്രമാണ് സത്യമെന്ന് പറയുമ്പോൾ ആ സത്യത്തെ അനുഭവമാക്കി തീർത്ത ഗുരുക്കന്മാരുടെ, ഋഷിമാരുടെ, പ്രവാചകന്മാരുടെ വാക്കുകളെ നമുക്ക് സ്വീകരിക്കാനേ നിവൃത്തിയുള്ളൂ. ഇപ്പം എൻ്റെ അനുഭവമാണോ അതെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവമല്ല. ഒരു പക്ഷേ താങ്കൾക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് ലോകത്ത് നാളിതുവരെ ഉണ്ടായിട്ടുള്ള ബുദ്ധനും ക്രിസ്തുവും മുഹമ്മദ് നബി തിരുമേനിയും ശ്രീനാരായണ ഗുരുദേവനും രമണ മഹർഷിയും അങ്ങനെയുള്ള ഒട്ടേറെ സത്യദർശികളായിട്ടുള്ള മഹത്തുക്കൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അവരാ സത്യത്തെ അനുഭവിച്ചറിഞ്ഞവരാണ്. അനുഭവിച്ചറിഞ്ഞ അവരുടെ വാക്കുകളെ പൂർണ്ണമായും പിന്തുടരുക, അതിനെ പൂർണ്ണമായും അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമേ ഒരു സത്യാന്വേഷിക്ക് സാധ്യമായി തീരുകയുള്ളൂ. അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 3 കാലങ്ങളിലും മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു പൊരുൾ നമുക്ക് ചുറ്റും കാണുന്ന ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഉണ്ടായതാണ്. ഉണ്ടായതിനൊക്കെ തന്നെ നാശമുണ്ട്. ഇപ്പോൾ ഗുരു ജനനീ നവരത്നമഞ്ജരിയിൽ പറയുന്നുണ്ട്, ആരും ഉള്ളതറിവിയില്ല എന്ന്. ഉള്ളത് എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത് എന്നാണ്. അങ്ങനെ എന്നും നിലനിൽക്കുന്ന ഒരു പൊരുൾ ഈ പ്രപഞ്ചത്തിന് കാരണമായിട്ടുണ്ട്. അതിനെയാണ് സത്യമെന്ന് പറയുന്നത്. അപ്പോൾ സത്യമെന്നുള്ളത് തന്നെയാണ് ദൈവം എന്ന് പറയുന്നത്. മതവിശ്വാസികൾ ദൈവമെന്നും വേദാന്തികൾ ബ്രഹ്മമെന്നും ഇസ്ലാം മതവിശ്വാസികൾ അള്ളാഹുവെന്നും ക്രിസ്തു മതവിശ്വാസികൾ പരിശുദ്ധാത്മാവെന്നും ഇനി മറ്റ് പല വിശ്വാസങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് പല പേരുകൾ, അഹൂറാമസ്ത എന്ന് ഇവർ വിളിക്കുന്നുണ്ട്. സ്വരാഷ്ട്ര മതത്തിൽപ്പെട്ടവർ. സരതൂസ്ത്ര എന്ന പ്രവാചകനാൽ സ്ഥാപിക്കപ്പെട്ടാണ് സ്വരാഷ്ട്ര മതം. താവോ മതത്തിൽപ്പെട്ടവർ വിളിക്കുന്നുണ്ട്. എന്ത് പേരിട്ട് വിളിച്ചാലും സത്യം അതൊന്നേ ഉള്ളൂ, എക്കാലവും നിലനിൽക്കുന്നത് പ്രപഞ്ചത്തിന്. കാരണം നമ്മൾ ഈ പ്രപഞ്ചത്തിലാകെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു വൈരുദ്ധ്യമുണ്ട്. നമുക്ക് ഉയർച്ചയുള്ളപ്പോൾ താഴ്ചയുണ്ട്, ഇരുട്ടുള്ളപ്പോൾ വെളിച്ചമുണ്ട്. വെളിച്ചമുണ്ടെങ്കിലേ ഇരുട്ടിന് പ്രസക്തിയുള്ളൂ. അപ്പോൾ പ്രപഞ്ചമാകെ നോക്കുമ്പോൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അത് പൊതുവെ വൈരുദ്ധ്യാത്മക ചിന്താ പദ്ധതികളിലൊക്കെ തന്നെ പറയുന്ന ഒരു ഘടകമാണ്. ഇടതുള്ളപ്പോൾ വലതുണ്ട്, നന്മയുള്ളപ്പോൾ തിന്മയുണ്ട്.
ഇത് നന്മയുണ്ടാകണമെന്നുണ്ടെങ്കിൽ തിന്മയും ഉണ്ടാകണം. ഉം. അപ്പോൾ പ്രകൃതിയാകെ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. പ്രകൃതിയിൽ നിരന്തരമായി മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഈ മാറ്റം എന്നുള്ള ആ ഒരു പ്രക്രിയയ്ക്ക് നേരെ ഒരു കൗണ്ടർ പാർട്ട് ഉണ്ടാകും, പ്രതിദ്വന്ദ്വമായിട്ടൊരു ഘടകം ഉണ്ടാകും, മാറാത്തതൊന്നും. ഉണ്ടാകണം. മാറുന്ന ലോകത്തിന് കാരണമായിട്ട് മാറാത്ത ഒരു സത്യമുണ്ട്. കാരണം പ്രകൃതിയാകെ വൈരുദ്ധ്യങ്ങളാൽ നിറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റത്തിൻ്റെ നേരെ പ്രതിദ്വന്ദ്വം എന്ന് പറയുന്നത് മാറാത്ത ഒന്നാണ്. ആ മാറാത്ത ഒന്നിനെയാണ് നാം ദൈവം എന്ന് വിളിക്കുന്നത്. ആ മാറാത്ത ഒന്നാണ് ത്രികാലങ്ങളിലും, ഭൂതം, ഭാവി, വർത്തമാനം 3 കാലങ്ങളിലും മാറ്റമില്ലാതെ നിൽക്കുന്ന പൊരുൾ എന്ന് പറയുന്നത്.